ചെറിയൊരു കുഞ്ഞുവാവ വീട്ടിലോട്ട് വരുമ്പോൾ മുതിർന്ന കുഞ്ഞിനുണ്ടാവുന്ന സ്വഭാവ പ്രശ്നങ്ങൾ ഇന്ന് പല പാരന്റ്സും നേരിടുന്ന വലിയൊരു ഇഷ്യൂ ആണ്. ഇത്തരത്തിലുള്ള മുതിർന്ന കുട്ടികളുടെ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് പോവാം? ഒന്നാമതായിട്ട്, ഇളയ കുഞ്ഞ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ മൂത്ത കുഞ്ഞിനെ ആരാണ് നോക്കുന്നത്, അവരുമായിട്ട് കുഞ്ഞിന് നല്ലൊരു അടുപ്പുണ്ടായിരിക്കണം. ഇപ്പം കുഞ്ഞിന്റെ അച്ഛനായിക്കോട്ടെ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് ആയിക്കോട്ടെ. അപ്പൊ അവരുമായിട്ട് കുഞ്ഞിന് ഒരു കൂടുതൽ അടുപ്പം നിങ്ങൾ കുറെ നാൾ മുൻപ് തന്നെ അത് ഉണ്ടാക്കിയെടുക്കണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കുഞ്ഞ് ഇനി ഉറങ്ങേണ്ടത് ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെയാണ് അല്ലെങ്കിൽ അച്ഛന്റെ കൂടെയാണെങ്കിൽ ആ ഒരു ശീലം നിങ്ങൾ കുറെ നാൾ മുൻപ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഡെലിവറിക്ക് പോകുന്നതിന്റെ തലേ ദിവസമോ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയ ഒരു സമയത്തോ കുഞ്ഞിനെ പെട്ടെന്ന് ഇങ്ങനെ മാറിക്കിടക്കേണ്ടി വരുമ്പോൾ അതൊരു മെന്റൽ ട്രോമ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ശീലം കുറച്ചു നാൾ മുൻപ് തന്നെ തുടങ്ങുന്നതാണ് നല്ലത്. അടുത്തതായിട്ട്, ഡെലിവറിക്കായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ അതിനൊരു പ്രിപ്പറേഷൻ കുഞ്ഞിന് കൊടുത്തിരിക്കണം. പല കുട്ടികൾക്ക് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു പേടിയുള്ള കാര്യമായിരിക്കും. ഇപ്പൊ അമ്മ അവിടെ ആണെന്നുള്ളത് കൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമാണോ, അങ്ങനെയുള്ള പലതരത്തിലുള്ള ആങ്സൈറ്റീസ് കുട്ടികളുടെ മനസ്സിലുണ്ടാവും. അപ്പൊ കുഞ്ഞിന്റെ അടുത്ത് ആദ്യമേ ഇത് പറഞ്ഞ് മനസ്സിലാക്കുകയും കുഞ്ഞുവാവയെ ഡെലിവറിക്കാണ് പോകുന്നത് എന്നുള്ള ആ ഒരു കാര്യം കുഞ്ഞിനെ നല്ലപോലെ ബോധ്യപ്പെടുത്തുകയും വേണം. കുഞ്ഞിനെ കാണാനായിട്ട് പല ഗസ്റ്റുകളും വീട്ടിലോട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ കുഞ്ഞിന് കുറെ ഗിഫ്റ്റുകളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ അടുത്തറിയാവുന്ന ബന്ധുക്കളാണെങ്കിൽ നിങ്ങൾ പറയണം ഈ മൂത്ത കുട്ടിയും കൂടെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരാനായിട്ട്. അപ്പൊ ചിലപ്പോൾ നമുക്ക് എല്ലാവരോടും അങ്ങനെ പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ മൂത്ത കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഗിഫ്റ്റുകൾ നിങ്ങൾ കുറച്ച് വീട്ടിൽ കരുതിയിരിക്കണം. അപ്പൊ ഈ ഗസ്റ്റുകൾ വന്നിട്ട് എപ്പോഴും കുഞ്ഞുവാവയ്ക്ക് എല്ലാ ഗിഫ്റ്റുകളും കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലൊരു വിഷമം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ ഈ ഗിഫ്റ്റുകൾ മൂത്ത കുട്ടിക്കും കൂടെ ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ഇളയ കുഞ്ഞിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും, മൂത്ത കുഞ്ഞിന്റെ പ്രായത്തിനനുസരിച്ച് എന്ത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും, അങ്ങനത്തെ ടാസ്കുകളെല്ലാം മൂത്ത കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അവർക്ക് അതിനനുസരിച്ചുള്ള പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യാം. അപ്പൊ മൂത്ത കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം അവരുടെ റൂട്ടീൻ വൈസ് എന്തൊക്കെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ യാതൊരു മുടക്കങ്ങളും ഇല്ലാത്ത രീതിയിൽ അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഈ പറഞ്ഞ പോയിന്റുകൾക്കെല്ലാം ഉപരി ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ്, നിങ്ങൾ മൂത്ത കുഞ്ഞുമായിട്ട് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് എല്ലാ ദിവസവും വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ TV വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മൊബൈലിൽ കാർട്ടൂൺ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഇളയ കുഞ്ഞിനെ മടിയിൽ ഇരുത്തിക്കൊണ്ടോ ഒന്നുമല്ല. നിങ്ങൾ മൂത്ത കുഞ്ഞുമായിട്ട് ഐ ടു ഐ കോണ്ടാക്ട് വരുന്ന രീതിയിൽ മിനിമം ഒരു 20 മിനിറ്റ്സ് എങ്കിലും എല്ലാ ദിവസവും ഒരു ക്വാളിറ്റി ടൈം, അത് നിങ്ങൾക്ക് കളിക്കാവാം അല്ലെങ്കിൽ കഥകൾ പറയാവാം ഇല്ലെങ്കിൽ പുറത്തുകൂടെ ഒന്ന് നടക്കലാവാം, എന്തായിരുന്നാലും മൂത്ത കുഞ്ഞുമായിട്ട് ഒരു ക്വാളിറ്റി ടൈം എല്ലാ ദിവസവും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു പരിധി വരെ ഇവരുടെ ബിഹേവിയറൽ ഇഷ്യൂസും വിഷമങ്ങളും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും.